നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്സ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളം നല്ലപോലെ തിളപ്പിക്കണം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. വെള്ളം തിളച്ച് വരുമ്പോൾ 1 കപ്പ് അരിപ്പൊടി പാനിലേക്കിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇടിയപ്പവും പത്തിരിയും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. വെള്ളം നന്നായിട്ട് വലിഞ്ഞ് ഈ പാകമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് 2ആയിട്ട് കട്ട് ചെയ്ത് തൊലിയോട് കൂടി കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊട്ടും കട്ടകളില്ലാതെ തന്നെ ഉടച്ചെടുക്കണം. പൊടിയുടെ ചൂട് ആറിയതിനു ശേഷം ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1 സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ബൗളിലേക്ക് ഇട്ട് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. മാവ് പരത്തുമ്പോൾ പലകയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കണം. അത്യാവശ്യം കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം. നൈസാക്കരുത്. ബ്രെഡിൻ്റെ ഒക്കെ ഒരു കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഓരോരോ പീസുകളായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഓരോരോ പീസുകളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായി ചൂടാക്കിയെടുക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റുമ്പോഴും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ആക്കണം. ആദ്യത്തെ ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ച് വറുത്തെടുക്കണം. തിരിച്ചും മറിച്ചുമിട്ട് 2 സൈഡും മൊരിയിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതും ടൊമാറ്റോ കെച്ചപ്പും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്